കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പോഴും എനിക്ക് അവരെ പേടിയാ. അതാ കുഴപ്പം. ഹരിത ഇപ്പൊ വലിയ പ്രഷറിലായിരിക്കും. ഹരിത നമ്മൾ കരുതുന്ന പോലെ ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണെങ്കിൽ അവര് തേച്ചൊട്ടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഹരിത എങ്ങനെ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുമെന്തോ. ഹരിത നല്ലൊരു നാടകം കളിക്കാൻ തയ്യാറായിട്ടുണ്ട്. രാഗിണിയെ അവരുടെ മോളെ മനസ്സിലാക്കിയ ശേഷവും അവളിങ്ങനെ നാടകം കളിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിന്നെ പോലൊന്നും അല്ല, നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാ ഹരിത. അത് നമുക്ക് ഗുണം ചെയ്യും. എന്തൊക്കെ സംഭവിക്കുന്ന ഒരു പിടിയുമില്ല. നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അവരിങ്ങോട്ട് വന്നതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. അല്ലെങ്കിൽ നിനക്ക് അനാവശ്യ സംശയങ്ങളാണല്ലോ. നീ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഞാൻ നേരെ അവരുടെ മുന്നിലോട്ട് പോയി നിൽക്കും. എന്നിട്ട് നീ ഇവിടെ ഉണ്ടെന്ന് പറയും. ദേ, വെറുതെ പോലും അങ്ങനെയൊന്നും പറയരുത്. എന്നാ പിന്നെ മിണ്ടാതിരിക്കും. ഇപ്പൊ തന്നെ കണ്ണു കെട്ടി കളിയാ കളിച്ചോണ്ടിരിക്കുന്ന ഒളിച്ചു കളി. അവിടെ നോടുന്നു, ഇവിടെ നോടുന്നു. എന്തോ ആയത്? എന്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്തത്? എല്ലാ അവസ്ഥയും എനിക്കറിയാം. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ഒന്നുമില്ല. തുടക്കം മുതലേ നിന്റെ ഭയമാണ് നിന്നെ ഇല്ലാതാക്കിയത്. നിന്റെ അനിയത്തിയുടെ 4-1 അംശം ധൈര്യം പോലും നിനക്കില്ല. അവിടെയാ പിഴച്ചു പോയത്. നീ വാ, എന്തായിന്ന് നോക്കാം. പോയി കാണൂ. പോകുമ്പോ കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടൂടെ? നീ വാ. അത് മരുമോളാകാൻ പോകുന്ന പെൺകുട്ടി ഇന്റർവ്യൂ നടത്താൻ വന്നതായിരിക്കും അമ്മായിയമ്മ. സത്യം പറയാലോ, നിന്നേക്കാ കൂടുതൽ ദേഷ്യം എനിക്കിപ്പോ അങ്ങേരോടാ, നിന്റെ അമ്മായി അച്ഛനോട്. എന്തൊരു പൊക്കോ മണ്ണൊക്കെ. ഒരു 100-150 കിലോ കാണും. 2 എണ്ണം അങ്ങ് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇവർ എന്നെ നന്നായനെ. എങ്കിൽ ഇന്ന് 2-ൽ ഒരാളെ കാണത്തുള്ളായിരുന്നു. ആ അച്ഛൻ പോയ റൂട്ട് ശരിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഭയങ്കര ശരിയാ. പക്ഷേ ആ റൂട്ടിൽ നല്ല ഗട്ടറുണ്ടായിരുന്നു. അത് നികത്താൻ അങ്ങേര് മറന്നുപോയി. ഹരിതയുടെ വലിയ അടുപ്പക്കാരനാണല്ലോ അങ്ങേര്. ഇനി ഇപ്പോഴെങ്ങാൻ ഇങ്ങോട്ട് കയറി വരുമോ? അയ്യോ, അങ്ങനൊന്നും പറയാതെ. എന്തേ അങ്ങനെ പറഞ്ഞൂടെ? ഇപ്പോഴെങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന ഹരിതയുടെ കാര്യം പോക്ക. പിന്നെ ഒരു കാരണവശാലും ആ കമ്പനിയിൽ അവൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. നീ ഇപ്പോഴേ അവരുടെ മൂത്ത മരുമകൾക്കൊപ്പം ഒത്തുചേരുക വേണ്ടത്. അവരുടെ അമ്മ അഡ്വക്കേറ്റ് ആണല്ലോ. അവരുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഇവർക്കെതിരെ നീ പൊരുതണം. കൂട്ടിനെ നിന്റെ അമ്മയും ഞാനും ദിയയൊക്കെ ഉണ്ടാവും. പിന്നെ അതിനേക്കാൾ വലിയ ശക്തിയൊന്നും അല്ല ഈ രാഗിണിയുടെ മകളും ഒന്നും. നീ ഒന്ന് സമാധാനപ്പെട്. അവള് കാർത്തിയെ കെട്ടുവാണെങ്കിൽ അതോടെ അമ്മയും മോളും പാഠം പഠിച്ചോളും. നീ ഒന്ന് നോക്ക്, അവര് പുറത്തിറങ്ങിയൊന്ന്. നേരെ അകത്തോട്ടോ. എന്നിട്ട് വേണം എന്നെ അവര് കാണാൻ. നിനക്ക് എന്താ വട്ടുണ്ടോ? അവര് പോയി കഴിയുമ്പോഴേക്കും ഹരിത നമ്മളെ വിളിക്കും. അന്നേരം അകത്തോട്ട് ചെന്നാ മതി. അതുവരെ സമാധാനമായിട്ട് ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. എന്തായാലും ഇനി പിന്നാമ്പുറത്തേക്ക് അവര് വരുമെന്ന് തോന്നുന്നില്ല. എന്റെ നെഞ്ചടിക്കുന്നു. അതിന് പിന്നെ അത് മാത്രമല്ലേ ഉള്ളു ജോലി. ഇതാ എന്റെ അഡ്രസ്. കോട്ടയത്ത് എവിടെയാ നിന്റെ വീട്? പനച്ചിക്കാട് അടുത്താ. പനച്ചിക്കാട് എപ്പോഴോ ഞാൻ പോയിട്ടുണ്ട്. ജയന്റെ അച്ഛൻ ഒരു തല്ലിപ്പുള്ളി ഉണ്ടായിരുന്നല്ലോ. ഈ അടുത്ത സമയത്താ അയാളെ ഞാൻ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയത്. അയാൾ ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനത്തിനൊക്കെ പോവാറുണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ. അങ്ങനെ 1-2 തവണ ഞാനും പോയിട്ടുണ്ട്. ശോ, ഇനിയിപ്പൊ അങ്ങോട്ട് വരുമ്പോ അയാൾ അങ്ങനെ കാണൂ? അല്ല, ഈ കോട്ടയത്തെന്ന് പറയുമ്പോഴേ തിരുനക്കരയിലെ ശിവക്ഷേത്രത്തിനടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പനച്ചിക്കാട്ട് ദേവി ക്ഷേത്രത്തിലൊക്കെ അയാള് കാണും. അതിന് സാധ്യതയില്ല. എന്ന് നിനക്കെങ്ങനെ അറിയാം? നീ അയാളെ കണ്ടിട്ടുണ്ടോ? അല്ല, ഉണ്ട്. എപ്പോ? ഇടയ്ക്ക് ഷോറൂമിൽ വന്നായിരുന്നല്ലോ. ഓ, അത് ശരി. ഇനി അയാൾ അവിടെ വന്നാലുണ്ടല്ലോ, അപ്പോഴെന്നെ വിവരം അറിയിക്കണം. അല്ല, ചാരു എന്നോടത് പറയും. എങ്കിലും നീ നിന്റെ കടമ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇനി ജയനെ നീ വേണം നോക്കാൻ. ചാരു കാർത്തി എന്ന് പറയുന്ന ഒരു കോടീശ്വരനെ കല്യാണം കഴിക്കാൻ പോവാ. അതുകൊണ്ട് ഇനിയിപ്പോ അവൾക്ക് ഷോറൂമിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് 2 ആൾക്കും കല്യാണം വിളിക്കാൻ പോണം. കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ഡ്രസ്സും സ്വർണവും ഒക്കെ എടുക്കണം.
അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഷോറൂമിൽ നിന്റെ ശ്രദ്ധ വേണോന്ന്. ഉം, എന്തെങ്കിലും കാരണവശാ നിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് എനിക്കിഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ വല്ലതും അവൻ ചെയ്താ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നീയായിരിക്കും. പിന്നെ നിന്റെ കാരണത്തായിരിക്കും പാട് കാണുന്നത്. ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം മാഡം. ഹ. ഈ മാഡം എന്നുള്ള വിളിയുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞാലും മാറ്റണ്ട കേട്ടോ. അത് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത്. ഉം, ഉണ്ട്. പിന്നെ ഈ പുറത്തുള്ള കൂട്ടുകാരെ ഒന്നും അകത്ത് വിളിച്ച് കേറ്റണ്ട, പ്രത്യേകിച്ചും പെമ്പിള്ളരെ. ഇപ്പോഴത്തെ ആമ്പിള്ളരും പെമ്പിള്ളരും ഒക്കെ ഒരുപോലെയാ, രണ്ടിനെയും പേടിക്കണം. എനിക്കങ്ങനെ ആൺസുഹൃത്തുക്കളൊന്നുമില്ല. അയ്യോ, അതൊരു പോരായ്മയാണെങ്കിലേ ഇനി ആൺസുഹൃത്തുക്കളെയും കൂടെ വിളിക്കിങ്ങോട്ട്. ആൺസുഹൃത്തുക്കളില്ല പോലും, ജയം മാത്രം മതി ഇനി സുഹൃത്തായിട്ട്. കല്യാണം കഴിഞ്ഞാലേ അവൻ പിന്നെ എല്ലാ അർത്ഥത്തിലും നിന്റെ സുഹൃത്ത് തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഷോറൂമിൽ നിന്ന് പോരുന്നതിന് മുമ്പ് നീ എന്നെ വിളിക്കണം. എന്നിട്ട് അന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ എന്നോട് പറയണം. കേട്ടല്ലോ? പറയാം മാഡം. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാ. അയ്യോ, വാ. ഹരിതേ, ഹരിതേ, അവര് പോയല്ലോ അല്ലേ? പോയി. എന്റെ അമ്മോ, എന്തൊരു സ്വഭാവ. നേരത്തെ ഷോറൂമിലൊക്കെ വന്നപ്പോ കണ്ട ആളെ അല്ല ഇപ്പൊ കണ്ടത്. ഇതെങ്ങനെയാ ചേച്ചി അവർക്കിപ്പം പിടിച്ചു നിന്നത്? ഇവളായതുകൊണ്ട് അവരെ കൊന്നില്ല, അത്രേ പറയാൻ പറ്റൂ. എന്താ ലാലേട്ടന്റെ അമ്മ പറഞ്ഞത്? പറഞ്ഞതൊന്നും പറയണ്ട. ഇനി ദീപേച്ചിയുടെ ലാലേട്ടനെ നോക്കേണ്ടത് ഞാനാ. എന്ന് വെച്ചാ ഇനി ചാരു ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ ഞാൻ ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നത്. അവള് കാർത്തിയെ കെട്ടാൻ പോകുന്നതുകൊണ്ടേ ഇനി അതിന്റെ തിരക്കിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഷോറൂമിൽ ജയൻ സാറിനെ ചെക്ക് ചെയ്യേണ്ടത് ഞാനാ. ആ, അത് നന്നായി അല്ലേ? എന്താ സംശയം? അങ്ങനെ വന്നാ ഇനിയിപ്പോ എപ്പോ വേണമെങ്കിലും സംസാരിക്കാം, കാണാം. പക്ഷെ കള്ളത്തരം പിടിക്കരുതെന്ന് മാത്രം. ആദ്യം ഹരിത വന്ന് ഈ കല്യാണ ആലോചനയെ പറ്റി പറഞ്ഞപ്പോ ഇവളൊന്ന് ഞെട്ടിയതാ. പക്ഷെ എന്നാലിപ്പോ അത് നന്നായി എന്നാ എനിക്ക് തോന്നുന്നത്. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ചേച്ചിക്ക് എന്നെ 100% വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും ചേച്ചിയെ വേദനിപ്പിക്കില്ല. എന്റെ ജീവൻ പോയാലും ശരി. ചേച്ചിക്ക് ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇനി ഇവിടെ താമസിക്കുന്നത് അത്ര സേഫ് അല്ല. അത് തന്നെയാ എന്റെയും അഭിപ്രായം. ഇപ്പൊ തന്നെ റൂമിനകത്ത് നിങ്ങളുടെ ഡ്രസ്സ് കണ്ടിട്ട് ഇവിടെ ആരെങ്കിലും വരാറുണ്ടോന്നൊക്കെ ചോദിച്ചു. പിന്നെ അതിനൊക്കെ ഒരു തരത്തിൽ മറുപടി പറഞ്ഞാ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനി അവരിവിടെ വരുമ്പോ ആ ഡ്രസ്സൊന്നും കാണാൻ പാടില്ല. ഇനി എങ്ങോട്ടാ മാറുക? നമുക്കൊരു വീടെടുക്കാൻ ദീപേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ജയലാട് സാറിനോട് പറയാം. അപ്പൊ അദ്ദേഹം അതിനൊരു പരിഹാരം കാണും. എന്തായാലും എന്റെ അഡ്രസ്സൊക്കെ കുറിച്ചോണ്ട് പോയിട്ടുണ്ട്. അഡ്രസ്സോ? അതെന്തിനാ? കല്യാണാലോചന നടത്തി കഴിഞ്ഞില്ലേ ദീപേച്ചി? അപ്പൊ പിന്നെ എന്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണണമല്ലോ. ആൺവീട്ടുകാരാണല്ലോ ആദ്യം പെൺവീട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നത്. അത്രത്തോളം എത്തിയോ കാര്യങ്ങളൊക്കെ? എത്തട്ടെ, എന്നിട്ട് നിന്റെ അമ്മായിയമ്മ കഴുതയാവട്ടെ. ചേച്ചി പേടിക്കണ്ട. ഞാനും എന്റെ അമ്മയും കൂടി ഈ കല്യാണം തള്ളി തള്ളി കൊണ്ടുപോയിക്കോളാം. അതിനിടയിൽ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താന്നേ. ദീപേ, ഇനിയിപ്പൊ ഹരിത ഈ വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന അവര് വേറൊരു പെൺകുട്ടിയെ തേടിപ്പിടിക്കും. അത് തന്നെയാ ഞാനും പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാ പിന്നെ ഇതൊന്നും നടക്കില്ല. ഇവിടെ ഞാൻ ദീപേച്ചിയോട് ദേഷ്യമുള്ളതുപോലെ ഞാൻ അഭിനയിച്ചോളാം. ദീപേച്ചിയുടെ പേര് കേട്ടാ ചാരുന്റെ മുന്നിൽ വെച്ച് ഞാൻ പൊട്ടിത്തെറിച്ചോളാം. അതവർക്ക് ഇഷ്ടാ. അവര് പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ ഇതിന് ചുറ്റും കിടന്ന് ഓടുകയായിരുന്നു. ആ സമയത്ത് സത്യം പറയാലോ, എന്റെ ഹാർട്ട് നിന്നു പോയില്ലെന്നേ ഉള്ളൂ. അവര് കാണാതിരുന്നത് മഹാഭാഗ്യ. ഏതായാലും ദോശക്കല്ലിലെ ദോശയൊക്കെ കരിഞ്ഞു. ആ, അത് ഇനി ഉണ്ടാക്കാലോ.
ഞങ്ങളെ എങ്ങാനും അവര് കണ്ടിരുന്നെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞേനെ നമ്മളെല്ലാരും. ഏതോ ഒരു സിനിമയും നമ്മളിപ്പോ കണ്ടല്ലോ, കരാട്ടെ പഠിച്ച ഭാര്യ ഭർത്താവിനെ തല്ലുന്നത്. അതൊക്കെ വേണ്ടി വരും ദീപേ, ഇതുപോലുള്ള അമ്മായിയമ്മമാരെ ഒതുക്കി നിർത്താൻ. ഏതായാലും അതൊക്കെ പഠിച്ചതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ദീപേച്ചി എന്തിനാ വിഷമിക്കുന്നത്? ഒരു കണക്കിന് എന്നെ അവർക്ക് ആലോചിക്കാൻ തോന്നിയത് ചേച്ചിയുടെ ഭാഗ്യ. ഫ്രണ്ട് ഡോറ് കുറ്റിയിട്ടായിരുന്നോ? പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരുമോ? പറയാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ ഉടനെ തിരിച്ചു വരും. ഒരു വല്ലാത്ത ഐറ്റം തന്നെ. അവർക്കൊപ്പം ജയലാൽ സാർ പിടിച്ചു നിന്നതേ ആയുസിന്റെ ബലം കൊണ്ടാ. ഭാര്യ വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം സ്വാദോടെ ഒരു ഭാഗത്തിരുന്ന് കഴിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വലിയൊരു വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് ഇപ്പൊ വെറുതെ ഇരിക്കാൻ വയ്യ. വയ്യാന്ന് മാത്രല്ലല്ലോ, ഇപ്പോഴും എല്ലാം ചെയ്യുന്നത് ചേട്ടൻ തന്നെയല്ലേ. ഇപ്പൊ ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രല്ല, ഇപ്പൊ എന്നെ മാറ്റിയിട്ട് എല്ലാ ജോലിയും ചേട്ടൻ തന്നെയല്ലേ ചെയ്യുന്നത്. എനിക്കപ്പൊ പണിയില്ലാതായത്. ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നു, അവിടെ ഒരുത്തി ജോലി ഒന്നും ചെയ്യാതെ ഓർഡർ ഇടുന്നു. ഏതായാലും ഇപ്പൊ രാഗിണി തമ്പുരാട്ടി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും. അയ്യോ എന്റെ അമ്മോ, ഇത് അവിടെ നമ്പറാണല്ലോ, ആ രാഗിണിയുടെ. ഇഷ്യൂ, നിന്നെ എന്തിനാ അവള് വിളിക്കുന്നേ? അത് ഓ, കല്യാണാലോചന നടക്കുകയാണല്ലോ, അതുകൊണ്ട് വിളിച്ചായിരിക്കും. എന്നാ ഞാനിതങ്ങ് കട്ട് ചെയ്യട്ടെ. വേണ്ട കട്ട് ചെയ്യണ്ട. വിളിച്ച് കിട്ടിയില്ലെങ്കിലേ അവള് വീണ്ടും വിളിക്കും. എന്നിട്ടും കിട്ടിയില്ലെങ്കിലേ നേരെ ഇഞ്ഞു പോരും. ഇഷ്യൂ, നീ പതറാതെ, നീ ഫോൺ എടുക്ക്. ഹലോ, ഹരിതയുടെ അമ്മയാണോ? അതെ. എന്താ നിന്റെ പേര്? സുകന്യ. ആ, അവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണോ താമസം? അതെ. അല്ല, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് രാഗിണി എന്നാ. മോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ, പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞേ? ഒരു കല്യാണാലോചന നടത്തിയ കാര്യം മോള് പറഞ്ഞായിരുന്നു. ആ, എന്താ നിന്റെ അഭിപ്രായം? എന്റെ മോൻ ഒരുത്തിയെ കെട്ടിയായിരുന്നു, പക്ഷെ കുറച്ചു ദിവസം ഒരുമിച്ച് താമസിച്ചുള്ളൂ. അവളൊരു ഭൂലോക പാഴായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ നിന്റെ മോളിപ്പോ എന്റെ മോന്റെ കമ്പനിയിലാണല്ലോ ജോലി ചെയ്യുന്നത്. നോക്കിയപ്പോ അവര് തമ്മിൽ നല്ല ചേർച്ച ഉള്ളതുപോലെ തോന്നി. ഭാഗ്യമായിട്ടോ, മഹാഭാഗ്യം. എന്റെ മോന്റെ അല്ല, നിന്റെ മോളുടെ. രണ്ടാം കെട്ടാണെങ്കിലും അവനെ പോലൊരു പയ്യനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. ജയലാൽ സാറിനെ കുറിച്ചൊക്കെ മോള് പറഞ്ഞിട്ടുണ്ട്. ആ, എന്താ പറഞ്ഞിട്ടുള്ളേ? വളരെ നല്ല സ്വഭാവമാണെന്നാ പറഞ്ഞേ. അപ്പൊ അവള് ഓക്കെ ആണല്ലോ അല്ലേ? അത് അവളോടും പിന്നെ ചില ബന്ധുക്കളോടൊക്കെ ചോദിക്കണം. ആ, ചോദിക്ക്. ചോദിക്കാനുള്ള എല്ലാവരോടും ചോദിക്ക്. എന്തായാലും ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. ജോത്സ്യന്റെ കയ്യില് ജനന തീയതിയൊക്കെ കൊടുത്തിട്ട് വരുന്ന വഴിയാ. ജാതക ചേർച്ച അയാൾ നോക്കി വെക്കും. നല്ല ചേർച്ച ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് വലിയ തടസ്സമൊന്നുമില്ല. വലിയ ആർഭാടമൊന്നുമില്ലാതെ നമുക്ക് ആ ചടങ്ങ് നടത്താവുന്നേ. ശരി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാനങ്ങ് വന്നോളാം. അല്ല, നിനക്ക് എത്ര വയസ്സുണ്ട്? 40 വയസ്സായി. ഒറ്റയ്ക്കൊന്നും താമസിക്കണ്ട കേട്ടോ. അല്ല, ഇവിടെ കൂട്ടുകിടക്കാനൊക്കെ ആളുണ്ട്. ആ, ശരി. അഹങ്കാരി എന്താ പറഞ്ഞത്? ഓ, ചേച്ചിയെ പറ്റി ഗംഗേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണല്ലോ ശബ്ദം കേൾക്കുന്നത്. എന്റെ അമ്മോ, സത്യം പറഞ്ഞ ഞാൻ ഒരുവിധം പിടിച്ചു നിൽക്കുകയായിരുന്നു. കല്യാണാലോചനയായിട്ട് വിളിച്ചായിരിക്കും അല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേരുവെന്ന് നോക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ പൊരുത്തം ഉണ്ടെങ്കിൽ കല്യാണം ഉറപ്പിക്കാൻ അവരുടെ തീരുമാനം. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാന്നും പറഞ്ഞു. ഇങ്ങോട്ടോ? അയ്യോ, കുഴപ്പമായല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്ന്. പക്ഷേ എന്റെ പേരറിയില്ലല്ലോ നാട്ടുകാർക്ക്. പക്ഷെ അവരിങ്ങോട്ട് കേറി വരുമ്പോ ഗംഗേട്ടനെ കണ്ടാലോ?
തീർത്ഥാടനത്തിന് പോയാൾ ഇവിടെയാണെന്ന് അവരറിയില്ലേ? എന്റെ അമ്മോ, അങ്ങനെയാണെങ്കിൽ എന്റെ അല്ല നിന്റെ തലമണ്ടയാ അവൾ അടിച്ചു പൊട്ടിക്കാൻ പോകുന്നത്. എനിക്ക് മരിക്കാനൊന്നും പേടിയില്ല. പിന്നെ ഗംഗേട്ടനും മോൾക്കും അത് ദോഷമായിട്ട് വരരുത്. ഷോ, അവളിന്ന് അകന്നു പോയിട്ടും അവളെ കൊണ്ട് ജീവിക്കാൻ പറ്റാതായല്ലോ. ഞാൻ പൊറുതി മുട്ടിയല്ലോ. ഹ്. എടുത്തടിച്ചതുപോലെ അവരുടെ സംസാരം. ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരെ പോലും എടി പൊടിന്നാ വിളിക്കുന്നത്. എടി, അവിടെ സ്വഭാവം അതാ. പ്രായത്തിൽ മൂത്ത ആണുങ്ങളെ പോലും അവള് പേരേ വിളിക്കത്തുള്ളൂ. ആ, ഹാ, എന്തായാലും ജയമോനോടും ഹരിതമോളോടും ഇതേപ്പറ്റി വിശദമായിട്ട് സംസാരിക്കണം. ആ, പിന്നെ എല്ലാം അറിയാവുന്ന ഹരിതമോള് നമ്മളെക്കാൾ തഞ്ചത്തിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തോളൂ. അതുകൊണ്ട് നീ പേടിക്കണ്ട. സർ, വലിയൊരു കെണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വരുവാ. എന്തു പറ്റി? ഒന്നും പറയണ്ട, ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാ സാറിന്റെ അമ്മ അവിടേക്ക് വന്നത്. എവിടേക്ക്? ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക്. അവിടെ ഞാൻ ഓടിപ്പിടിച്ച് വരുവാ. എന്നിട്ട് ദീപയമ്മ കണ്ടില്ലല്ലോ? ഭാഗ്യത്തിന് കണ്ടില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? ഏയ് ഇല്ല. പിന്നെ അവിടെ മുറിയിൽ കയറി നോക്കിയപ്പോ അവരുടെയൊക്കെ ഡ്രസ്സ് കണ്ടായിരുന്നു. അത് മനസ്സിൽ വെച്ചോണ്ട് സംശയത്തോടെ സംസാരിച്ചത്. അവർക്ക് ആ സമയത്ത് എങ്ങോട്ടാ മാറിയത്? അവര് പെട്ടെന്ന് പുറത്തുപോയി. എന്നിട്ട് സാറിന്റെ അമ്മ വിട്ടില്ല. വീട് കാണുമെന്നും പറഞ്ഞ് പുറത്തിറങ്ങി നോക്കി. സകല ദൈവങ്ങളെ വിളിച്ചതുകൊണ്ട് അവർ അമ്മയുടെ കണ്ണിൽ പെട്ടില്ല. ദീപേച്ചി ആകെ ടെൻഷനില്ല. ഇനിയിപ്പോ അവിടെ താമസിക്കുന്ന ബുദ്ധിയല്ല ഹരിതേ. അത് തന്നെയാ ഞാൻ സാറിനോട് പറയാൻ വന്നത്. അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. എങ്ങനെ ഞാൻ ഇവിടെ നിന്നൊന്ന് പുറത്തിറങ്ങുന്നു? അതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ ചാരു മേഡത്തിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ, സാറും ദീപേച്ചിയും എന്നെ ഒരിക്കലും സംശയിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാനും തയ്യാറാ, ഏത് നാടകം കളിക്കാനും തയ്യാറാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോയാലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സാറുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത്. കുറച്ചുനാള് നമുക്ക് അങ്ങനെ തള്ളിക്കൊണ്ട് പോവാം സാർ. അതിനിടയിൽ സാർ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. എനിക്ക് ഹരിതയെ വിശ്വാസ. പിന്നെ അച്ഛനും ഹരിതയെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഭാഗം നോക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നെ നിഴൽ പോലെ പിന്തുടരുന്ന ചാരുവിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഇപ്പൊ ഹരിതയുടെ മൊബൈലിൽ പോലും ദീപയൊന്നും വിളിക്കാൻ പറ്റുന്നില്ല. ഏതു നേരവും അവൾ ഇവിടെ തന്നെ കാണും. ഞാനൊരു നമ്പർ ഇടാൻ പോവാ ചാരു മേഡത്തിന്റെ മുന്നിൽ. അത് വിജയിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ സാറിന് ദീപേച്ചിയെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് രണ്ടാൾക്കും ഒരു വീടെടുത്ത് കൊടുക്കാനും കഴിയും. എന്താ ഹരിത ചെയ്യാൻ പോകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം നടക്കുവാണെങ്കിൽ ഇന്നു മുതൽ ചാരു മാഡം സാറിന്റെ നിഴലാവത്തില്ല. സാറിന് ഇനി സ്വതന്ത്രമായി സഞ്ചരിക്കാനും പറ്റും. അതിന് ഞാൻ തൽക്കാലം ദീപേച്ചിയുടെ ശത്രുവായേ പറ്റൂ. എന്നുവെച്ചാ? നമ്മുടെ കല്യാണം നടത്തണമെന്നാണല്ലോ സാറിന്റെ അമ്മയും പെങ്ങളും പറയുന്നത്. അങ്ങനെയെങ്കിൽ സാറിന്റെ ആദ്യ ഭാര്യയെ ഞാൻ വെറുക്കണ്ടേ? ഓ, അങ്ങനെ. അതായത് ദീപേച്ചിയെ ഞാൻ വെറുക്കുന്നതായി നടിക്കണ്ടേ? സാറിന് ഇനി ദീപേച്ചി തട്ടിയെടുക്കാൻ സമ്മതിക്കരുതെന്ന് ഞാൻ പറയും. സാറിന് എനിക്ക് വേണമെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോ ഉറപ്പായിട്ടും പിന്നെ സാറിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞാനായിരിക്കും. അതിലേക്ക് തന്നെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരും. ഞങ്ങൾക്ക് വേണ്ടി വലിയ റിസ്ക്കാണ് ഹരിത എടുക്കാൻ പോകുന്നത്. സാരമില്ല. സാറിനെയും ദീപേച്ചിയും പറ്റി സാറിന്റെ അച്ഛൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് സാറിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഇരുന്ന് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത്രയ്ക്കും ഞങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധമുണ്ട് സാറിന്റെ അച്ഛന്. അതെന്നോട് അച്ഛൻ പറഞ്ഞു. എന്നെ സ്വന്തം മോളെ പോലെയാ സാറിന്റെ അച്ഛൻ കരുതിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ എന്റെ മനസ്സിലും സാറിന് ഒരു ആങ്ങളുടെ സ്ഥാനമുണ്ട്. ഒരാങ്ങളുടെ സ്ഥാനം. അങ്ങനെയുള്ള ഏട്ടന് വേണ്ടി ഇത്തിരി റിസ്ക് ഒക്കെ എടുക്കാം. അമ്മ അവിടെ വന്നപ്പോ അമ്മയുടെ സ്വഭാവമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? അന്ന് ഇവിടെ വെച്ച് കണ്ടതുപോലെയൊന്നും അല്ലായിരുന്നു ഇന്ന് അവിടെ കണ്ടപ്പോ. സത്യം പറയാലോ, ഒരുമാതിരിപ്പെട്ട ഓരോ പെൺകുട്ടികൾക്കും ആ അമ്മയോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വലിയ പാടാ. എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലേ ദീപ? പരമാവധി അമ്മയെ അനുസരിച്ചാ ജീവിച്ചത്. അവിടെയും അയാളുടെ നന്മ അമ്മ കണ്ടില്ല.
പക്ഷേ ദൈവങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ സർ. നിങ്ങളെ ഒരിക്കലും ആ ശക്തി വേർതിരിക്കില്ല. അതുകൊണ്ടാ സാറിന് വേണ്ടി എന്നെ ആലോചിക്കാൻ സാറിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ തോന്നിയത്. എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിലേ ദീപേച്ചി സാറും ഒക്കെ ധർമ്മസങ്കടത്തിലായേനെ. ഏതായാലും ഞാൻ ചാരുവിനൊന്ന് കാണട്ടെ. എന്നിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോണം. ഇവിടെ വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് പോയില്ലല്ലോ അല്ലേ? ഇല്ല, അതുകൊണ്ട് ഇന്ന് അവിടെ എത്തിയേ പറ്റൂ. എങ്ങനെ, ട്രെയിനിലാണോ പോകുന്നത്? വൈകുന്നേരത്തെ വഞ്ചിനാടിൽ പോവാന്നാ വിചാരിക്കുന്നത്. ആ, സാലറി തരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. എങ്കിലും ഇത് ഹരിത കൈവച്ചോളൂ. ഇതിന്റെയൊക്കെ ആവശ്യമില്ല ആ, സർ. വച്ചോളൂ. വേണ്ട സർ, എനിക്ക് സാലറി മതി. അല്ലാതുള്ള പാരിതോഷികം ഒന്നും വേണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞ വാക്കൊന്നും തെറ്റിക്കില്ല കേട്ടോ. സാറിന് വേണ്ടി അവസാനം വരെ ഞാൻ പൊരുതും. എന്റെ ഈ ജോലി പോയാലും ശരി. ശരി സർ. മാഡം. ആ, നീ വന്നോ? മാഡത്തിന്റെ അമ്മ ഇന്ന് വീട്ടിൽ വന്നായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് എന്റെ അമ്മ കയറി വന്നപ്പോ പേടിച്ചു പോയോ? അമ്മയുടെ സംസാരം കേട്ടിട്ട് ഒന്നും തോന്നണ്ട കേട്ടോ, അമ്മ അങ്ങനെയാ. അതെനിക്കറിയാലോ. അന്ന് വന്നപ്പോ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാ. അമ്മ വീട്ടിൽ തിരിച്ചു വന്ന ശേഷം എന്താ പറഞ്ഞത്? ആ, ഹരിതയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. പിന്നെ അമ്മയുടെ ചിട്ടകൾക്കനുസരിച്ച് മുന്നോട്ട് പോയാ ഹരിതയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. ഞാൻ മാഡത്തിനോടൊരു കാര്യം പറയാനാ വന്നത്. ആ, പറഞ്ഞോളൂ. അല്ല, ജയലാൽ സാറിനെ പോലുള്ള ഒരാളെ ഏത് പെൺകുട്ടികളായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മത. നേരത്തെ ഞാൻ സമ്മതം മൂളിയതാ. എന്നാലും അമ്മയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്കും ഈ ബന്ധം ഒത്തിരി ഇഷ്ടമായി. എന്റെ ഏട്ടനെ ഈ ലോകത്തെ ഏത് പെൺകുട്ടികളും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ ഒരു യക്ഷി മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ യക്ഷി ഇനി പിടുത്തം മുറുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ ഏതു നേരവും സാറിനെ മാഡം ശ്രദ്ധിച്ചോണ്ടിരിക്കുകയല്ലേ? സാറിന്റെ പിന്നാലെ തന്നെ ചുറ്റിത്തിരിയല്ലേ? ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല മാഡം. പകുതി ജോലി എന്നെ ഏൽപ്പിച്ചോ, ഞാൻ സാറിനെ വിടാതെ പിന്തുടർന്നോളാം. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എന്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയാണല്ലോ. ഇനിയിപ്പൊ കല്യാണം വിളിയായിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. ആ സമയത്ത് നിന്നെ പോലൊരു പെൺകുട്ടി ഇവിടെ ഉള്ളത് നല്ലതാ. പക്ഷെ നീ കണ്ണു തെറ്റിക്കരുത്. അങ്ങനെ വന്ന കൊത്തിക്കൊണ്ടു പോവാൻ ഒരുത്തി വട്ടമിട്ട് പറക്കുക. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയാ അയാളെ കൈവിട്ടു പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കോ? മാഡം സാറിന്റെ പെങ്ങളാണ്. ചില നേരത്ത് ചിലപ്പോ മാഡത്തിന് കണ്ണ് തെറ്റിയെന്ന് വരും. പക്ഷേ എനിക്ക് ജയലാൽ സാറിനെ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒരിക്കലും എന്റെ കണ്ണ് തെറ്റില്ല. ആ, ഗുഡ്. അമ്മ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് ജേട്ടനെയും കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാല് ജേട്ടൻ റൂട്ട് തെറ്റയ്ക്കുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ട്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ജോലിയുടെ കാര്യത്തില് വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവ ജേട്ടൻ്റെത്. അതുകൊണ്ട് കൂടുതൽ പ്രഷർ കൊടുക്കാൻ പറ്റില്ല. ജേട്ടൻ വീട് വിട്ടു കഴിഞ്ഞാൽ ഏത് നേരവും ഇവിടെ ചെലവഴിക്കുന്ന കൂട്ടത്തില. പിന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ കാരണം ബിസിനസ് മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ജേട്ടന്റെ ശ്രദ്ധ തിരിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ഇനി ചെയ്യുന്നില്ല. പക്ഷെ നീ തന്ന വാക്ക് അത് വാക്കായിരിക്കും. 100% മാഡത്തിന് എന്നെ വിശ്വസിക്കാം. അതുപോലെ തന്നെ നിന്നെ ഇഷ്ടമാണെന്നൊന്നും ജേട്ടൻ പറഞ്ഞിട്ടില്ല. ഇനി അത് നീ പറയിക്കണം. അതാണ് നിന്റെ മിടുക്ക്. എന്നോട് സാറിന് ഇഷ്ടമാണെന്നാണ് എന്റെ വിശ്വാസം. ആഹാ, അങ്ങനെ ജേട്ടൻ പറഞ്ഞോ? പറഞ്ഞതൊന്നുമില്ല. പിന്നെ അമ്മയ്ക്കും ദീപേച്ചിക്കും ഇടയിൽ നട്ടം തിരിയാണെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. പിന്നെ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ കാര്യങ്ങൾ അത്രത്തോളം പുരോഗമിച്ചു അല്ലേ? ഇപ്പൊ ഞാൻ വന്നപ്പോഴും എന്താ വൈകിന്നൊക്കെ ചോദിച്ചു.